പിന്നെ റിപ്പീറ്റിന്റെ ജേർണി എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? കാരണം റിപ്പീറ്റിലല്ല നമ്മൾ ക്രാക്ക് ചെയ്യുന്നത്. റിപ്പീറ്റ് ഇയർ അപ്പൊ എന്തൊക്കെയോ പ്രശ്നങ്ങൾ എവിടേക്കോ പറ്റിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഓവറോൾ റിപ്പീറ്റ് ഇയർ? ഓവറോൾ റിപ്പീറ്റ് ഇയർ വെച്ചാൽ ഇപ്പോൾ ഒരു സാധാ ഒരു ഇതിൽ പഠിക്കുമ്പോൾ ചാപ്റ്റർ എടുക്കുക, അത് പഠിക്കുക, അതിൻ്റെ എക്സാം ചെയ്ത് അങ്ങനത്തെ ഒരു ഇതിൽ ഇപ്പം തന്നെ പോയി. ഇപ്പോൾ ഒരു റിപ്പീറ്റ് ഫസ്റ്റ് റിപ്പീറ്റ് ആകുമ്പോൾ നമ്മൾ എന്താക്കും, ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ പഠിച്ചതെന്ന് വെച്ചാൽ ഒരു ചാപ്റ്റർ എടുത്താൽ അത് അന്ന് തന്നെ ഇരുന്ന് പഠിക്കും. ഇപ്പോൾ ബയോളജി ഏത് ചെറിയ ചാപ്റ്റർ ആയാലും വലിയ ചാപ്റ്റർ ആയാലും ഇരുന്ന് തന്നെ പഠിക്കും. ആ ഒരു ചാപ്റ്റർ ഫുള്ള് ഫോക്കസ് ചെയ്ത് ആ ഒരു ചാപ്റ്റർ പഠിക്കും. പിന്നെ അതിൻ്റെ വീക്കിലി എക്സാം വരുമ്പോൾ എക്സാം ചെയ്തു, അങ്ങനത്തെ ഒരു ഇത് വരും. പക്ഷേ എൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടെത്താൻ ഫസ്റ്റ് ഇയർ റിപ്പീറ്റ് ചെയ്ത് എനിക്ക് പറ്റിയില്ല. എവിടേക്കാണ് മിസ്റ്റേക്ക് വരുന്നത്, എന്തൊക്കെ എനിക്ക് എക്സാംസ് എഴുതുമ്പോൾ ഈ നെഗറ്റീവ് വരുന്നത് എങ്ങനെയാണ്, അങ്ങനത്തെ ഒരു ഇത് നോക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കുഴപ്പമാണ് എനിക്ക് വന്നത് ഫസ്റ്റിൽ. പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിൽ എന്താ തോന്നിയത്? റിപ്പീറ്റ് ഇയറിൽ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് പറ്റിപ്പോയത്? അയ്യോ, ഞാൻ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ചെയ്യണമായിരുന്നു, മോക്ക് ടെസ്റ്റ് സീരിയസ് ആയി എടുക്കണമായിരുന്നു, എന്തൊക്കെ റിയലൈസേഷനാണ് വന്നത്? മെയിനായിട്ട് തന്നെ എക്സാംസ് നല്ലോണം എഴുതേണ്ടതെന്ന് മനസ്സിലായി. എക്സാംസ് എഴുതിയേ കുറവായിരുന്നു. അപ്പോൾ ഞാൻ സെക്കൻഡ് ടോപ്പിലൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ എക്സാംസിനാണ് മനസ്സിലായി. എത്ര എക്സാം എഴുതുന്ന നമ്പർ എക്സാം എഴുതുമ്പോൾ ക്വസ്റ്റ്യൻസ് കൂടും, നമ്മളെ പ്രാക്ടീസ് ടൈം കൂടില്ലേ. ഒരു ബേസിക്കലി ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ ഒരു റിപ്പീറ്റർക്ക് പഠിക്കണമായിരിക്കും തോന്നെ ഏറ്റവും വേണ്ടി എക്സാം ചെയ്താൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസാണ്. അതിൽ ഏറ്റവും മെയിനായിട്ട് എക്സാം ചെയ്താൽ വേണ്ടി എന്താ വെച്ചാൽ ആ എക്സാം ടൈമിലെ മെൻറ്റാലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കണമല്ലോ. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും ഹെൽപ്ഫുള്ളായ എക്സാം ചെയ്തലാണ്. അപ്പോൾ ഞാൻ എക്സാംസ് എഴുതിയ കുറേ കഴിഞ്ഞു. അതിലൂടെ കുറേ ക്ലാരിഫിക്കേഷൻ വരാറുണ്ട്, കുറേ നെഗറ്റീവ് മാർക്ക് വരുന്നത് എവിടെയൊക്കെ തെറ്റ് വരുന്നത്, സില്ലി മിസ്റ്റേക്ക് എങ്ങനെ മാറ്റിയെടുക്കുക, ഒക്കെ പഠിച്ചത് ഞാൻ സെക്കൻഡ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു അങ്ങനത്തെ റിയലൈസേഷൻ വന്ന് എനിക്ക് സെക്കൻഡ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ. ജസ്റ്റ് തിയറി മാത്രം പഠിച്ചിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ അത് ആപ്ലിക്കബിൾ ആക്കിയിട്ടും കൂടിയും മെയിനായിട്ട് ഇപ്പോൾ ആണല്ലേ എക്സാം എഴുതി നമ്മൾ ആ ഒരു മെൻറ്റാലിറ്റി എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഡെയിലി ഒരു 250 ക്വസ്റ്റ്യൻ ചെയ്താലും ആ ഒരു 3 മണിക്കൂർ നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നതിനുള്ള ആ ഒരു ഇതാണല്ലോ. ആ ഒരു മെൻറ്റാലിറ്റി എങ്ങനെ വരുന്നത്, നമുക്കിപ്പോൾ ഒരു എക്സാം ടഫ് ആയാലും ഈസി ആയാലും അങ്ങനത്തെ നമ്മളെങ്ങനെ നമ്മളെ മെൻറ്റാലി പ്രിപ്പയർ ആവണം എന്നുള്ളതല്ല. ആ ഒരു മൈൻഡ് വരാനുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ എക്സാം എഴുതി സെറ്റ് ആക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുള്ളത് മെയിനായിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഉഴപ്പുന്ന ഫേസോ ഡിസ്ട്രാക്ഷൻസിൽ പെട്ടുപോവേ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ റിപ്പീറ്റ് ഇയറിലോ അല്ലെങ്കിൽ റിപ്പീറ്റ് ഇയറിലോ? ഞാൻ റിപ്പീറ്റ് ചെയ്യാറില്ല, ഫുൾ ഫോക്കസ് കൊടുത്തേയും പഠിച്ച്. പക്ഷേ ആ ഒരു മിസ്റ്റേക്ക് വരുന്നത് കൊണ്ട് കിട്ടിയില്ല. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ റിപ്പീറ്റ് കഴിഞ്ഞ് റിപ്പീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഉറപ്പില്ലേ. റിപ്പീറ്റ് വേണമെന്നുള്ള ഉറപ്പിക്കുന്നത് എനിക്ക് അന്ന് പറഞ്ഞാൽ ആ നീറ്റ് പറഞ്ഞാൽ 2024 നീറ്റ് കുറച്ച് സിമ്പിൾ നീറ്റ് കഴിഞ്ഞു. എനിക്ക് 622 സ്കോർ ഉണ്ട്. പക്ഷേ അന്ന് 622 വെച്ച് BDS വരെ ഉറപ്പില്ലാത്തൊരു 655 കട്ട് ഓഫ് വന്നേ. അപ്പം BDS തന്നെ കിട്ടുന്നൊരു ഉറപ്പില്ല. അപ്പോൾ എന്തായാലും എനിക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യേണ്ട, കിട്ടുന്നതിന് പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു തിരിഞ്ഞ്. പക്ഷേ വീട്ടിൽ നിന്ന് ഉപ്പയുമ്പോൾ നല്ല സപ്പോർട്ട് ചെയ്യുന്നു. എന്താ വെച്ചാൽ ഇപ്പം ഇങ്ങനെ പഠിച്ചിട്ട് ഇത്രയും മാർക്ക് കിട്ടില്ല, ഒന്നുകൂടി ചെയ്ത് നോക്കി, നമുക്ക് എന്തായാലും കിട്ടുന്നുള്ളതിൽ ഓലെ കട്ട സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിൽ മൈൻഡിൽ ഞാൻ ഇറങ്ങി തന്നെ. ഇറങ്ങിയപ്പോഴും മൈൻഡിൽ ഞാൻ ആദ്യമൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ കയറി ഫസ്റ്റ് ഒരു മാസമൊക്കെ വെച്ചാൽ ഒരു 4 ക്വസ്റ്റ്യൻ എങ്ങനെയെങ്കിലും ശരിയായെങ്കിൽ എവിടെയെങ്കിലും ഒരു കോളേജ് കിട്ടില്ല വിചാരിച്ചിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഉപ്പയമ്മ ഓലൊരു ഓൽക്ക് ഉണ്ടാവുമല്ലോ, നമ്മളറിയില്ലെങ്കിലും ഓൽക്ക് നമ്മളറിയാമല്ലോ. ഓല് പറഞ്ഞിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. എന്തായാലും ഇല്ല, അപ്പോൾ നല്ലൊരിതിലെത്തി.